ലോഡ് ഷെഡിങ്ങും ഉയർന്ന സർചാർജും അടിച്ചേൽപ്പിച്ച് ജനങ്ങൾക്ക് ഇരുട്ടടി. അയ്യോ, മന്ത്രിമന്ദിരങ്ങളിൽ വൈദ്യുതി ധൂർത്ത്. പണിക്കരട്ടോ, തള്ളയൗട്ടിയാ പിള്ളക്ക് കേടില്ലല്ലോ. അത് ശരിയാ. പട്ടാപ്പകൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ഇതൊക്കെ എങ്ങനെ തോന്നുന്നു പണിക്കരട്ടാ? തോന്നുന്നല്ലടി, തോന്നിപ്പിക്കുന്നതാ. എനിക്ക് തന്നെ എത്ര തവണ തോന്നിയിട്ടുള്ളതാ. അധികം തോന്നണ്ട കേട്ടോ. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുത്തനെ ഉയരുന്നു. ഇത് കുറച്ച് കഷ്ടമാ. ഇതിനെതിരെ സമരം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ആരും ഉണ്ടാവൂലടി. അതെന്താ? എടി, നമ്മളൊരു മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോ 10 രൂപയുടെ മരുന്നിന് 150 രൂപ എന്ന് കേൾക്കുമ്പോ നമ്മൾ മരുന്ന് വാങ്ങിച്ച അസുഖം മാറ്റാൻ നോക്കുവോ സമരം ചെയ്യാൻ പോവോ? അത് പിന്നെ മരുന്ന് വാങ്ങിച്ച അസുഖം മാറ്റാൻ നോക്കും. അസുഖം മാറി കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം വാങ്ങിച്ച മരുന്നിന്റെ വില കുറക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ പോവോ? പോകത്തില്ല. ഇത് മുതലെടുക്കുകയല്ലേ നമ്മുടെ മരുന്ന് കച്ചവടക്കാർ. അതൊക്കെ ഇച്ചിരി കഷ്ടം തന്നെയാ. യോ, ഇത് നോക്കിയേ, കോട്ടയത്ത് ഒരു വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചു. അത്രയല്ലേ ഉള്ളൂ. ഗ്യാസ് കുറ്റിയുടെ വില കേൾക്കുമ്പോഴേ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തം പൊട്ടിത്തെറിച്ചോണ്ടിരിക്കുക. അയ്യോ, സ്വർണ്ണവില വീണ്ടും മുകളിലോട്ട് 30,000 കടന്നു. കെട്ടിക്കാറായ പെമ്മക്കളുള്ള അച്ഛനമ്മമാരുടെ നോട്ടവും മുകളിലേക്ക്. അതൊക്കെ ഞങ്ങൾ കുഴിയന്മാര്. മദ്യത്തിന് എത്ര പ്രാവശ്യം വില കൂടി, പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ പ്രതികരിച്ചിട്ടുണ്ടോ? അതാണ് ആവശ്യക്കാരൻ ഔചിത്യബോധം ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ ബിവറേജിന്റെ ക്യൂവിലേക്ക് ചെന്ന് നോക്കിയാൽ നമ്മൾ എന്താണ് കാണുന്നത്? 1000 സംസ്കാരം, ഒരേ ഒരു വികാരം. നീ ഇപ്പൊ എങ്ങോട്ട് പോണ്? ഞാനൊരു സിനിമ കാണാൻ ഓർത്ത് ഇറങ്ങിയാണ്. സിനിമ കണ്ടില്ലേ? എന്റെ ചേച്ചി പേപ്പർ എടുത്ത് നോക്കിയപ്പോ മുഴുവൻ ഇംഗ്ലീഷ് പടം. ഇംഗ്ലീഷ് പടോ? ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന മുഴുവൻ ഇംഗ്ലീഷ് പടങ്ങളാണ്. സോൾട്ട് ആൻഡ് പെപ്പർ, ലാസ്റ്റ് ബെഞ്ച്, ഹാപ്പി ഹസ്ബൻഡ്, ഹസ്ബൻഡ് ഇൻ ഗോവ, 22 ഫീമെയിൽ, ഫ്രൈഡേ, റൺ ബേബി റൺ, ട്രിവാൻഡ്രം ലോഡ്ജ്. ഇതൊക്കെ ഇംഗ്ലീഷ് പടങ്ങളല്ലേ? എന്റെ ചന്ദ്ര, ഇതൊന്നും ഇംഗ്ലീഷ് പടമല്ല, മലയാള സിനിമയാ. ഇതെന്താടാ ചമ്മിപ്പോയേനെ. ഇനിയിപ്പോ എന്നാലും വീട്ടിൽ ചെന്ന TV കാണാം. അതെങ്ങനെയാ? TV തുറന്ന ഫുൾ ടൈം റിയാലിറ്റി ഷോ അല്ലേ? തൊട്ടേനും പിടിച്ചേനും ഒക്കെ റിയാലിറ്റി ഷോ. ഇതിന് ഏതിനെ കുറിച്ചൊക്കെ റിയാലിറ്റി ഷോ നടത്തണമെന്ന് ചാനലുകാർ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയല്ലേ. എന്നാൽ ഞങ്ങൾ കുടിയന്മാരെ വെച്ചോണ്ട് റിയാലിറ്റി ഷോ തുടങ്ങട്ടെ. വളരെ നല്ല റേറ്റിംഗ് ആയിരിക്കും. നല്ല രീതിയിൽ പരിപാടി പോവുകയും ചെയ്യും. 1.5 അടിച്ചാലുള്ള ഒരു കുട്ടീന്റെ പ്രകടനം, അതുപോലെ തന്നെ അവൻ 2 കൂടുതൽ അടിച്ചാലുള്ള അവന്റെ പ്രകടനം, ഫിറ്റായി വീണാനുള്ള അവന്റെ പെർഫോമൻസ് റൗണ്ട്, കോമഡി പ്രോഗ്രാം ആണെങ്കിൽ വെള്ളാടി സ്റ്റാർ നേടാം, പാട്ട് മത്സരമാണെങ്കിൽ അയ്യടാ ബാർ സിംഗർ എന്നിടാം. അതല്ലാതെ കപ്പിൾസ് പരിപാടിയാണെങ്കിൽ വെറുതെ അല്ല ബാർ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഏതായാലും ഈ റിയാലിറ്റി ഷോ കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഗുണം? എല്ലാ എപ്പിസോഡിലും ഈ ഭർത്താക്കന്മാരെ കൊണ്ട് ഈ അടുക്കള പണിയൊക്കെ ചെയ്യിച്ച് മിക്കവാറും പേരൊക്കെ ഈ പാചകം പഠിച്ചു. അപ്പൊ പണിക്കാരന് ഒരുപാട് കൂട്ടുകാരായി. എന്താണ് മുരളി? ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. എന്തുപറ്റി? എന്റെ പെങ്ങള് വീട്ടിൽ തനിച്ചേ ഉള്ളൂ. അവിടെ വരുന്ന ചെല്ലണം. അളി പുറത്തു പോയിക്കാം. അതിനിപ്പോ എന്താ കുഴപ്പം? അല്ലാതെ കൂട്ടിരിക്കാൻ വേണ്ടി. ഈ സമയത്താണ് എന്റെ അമ്മാവന്റെ മോൻ അവിടെ വന്നിട്ടുള്ളത്, സജി. മുറച്ചെറുക്കൻ. അതെ അതെ അതെ. അളിയനെ കാറ്റ പെട്ടെന്ന് വന്നാ ഈ സജീനി പെങ്ങളി കണ്ടാ പിന്നെ പറയാനുണ്ടാ? എന്റെ മുരളി, ഒരു കുടുംബ ജീവിതത്തിന്റെ, അതായത് ഒരു ദാമ്പത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. ഇപ്പൊ തന്നെ ഞങ്ങളെ നോക്കിയേ, പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും വിശ്വാസത്തോടെയും സഹോദര്യത്തോടെയും കൂടിയാ ജീവിക്കുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെട്ട ജീവിതം പോയില്ലേ? അല്ല, എന്നാലൊന്ന് സഹായം ചെയ്യട്ടോ. ഇതൊന്നും അളിയനോട് പറഞ്ഞാൽ മനസ്സിലാവൂല, അതുകൊണ്ടാ. അല്ല, വേറൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ വന്നാ ശരിയാത്തില്ല. അയ്യോ, ഒന്ന് സഹായിക്കണം. അല്ല, എന്താന്ന് വെച്ചാൽ നിങ്ങളെയും കൂടെ അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അതുകൊണ്ടാ. അല്ല, കാര്യം ചന്ദ്രനെ വിളിച്ചോ. ഈ കള്ളുടിയെ വിളിക്കാനാ? എന്നിട്ട് വേണം വേറെ പ്രശ്നം ഉണ്ടായ. അല്ല, വേറൊന്നുമല്ല മുരളി, ഇപ്പം തൽക്കാലം എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല കമലു ഇവിടെ വെറുതെ ഇരിക്കല്ലേ? കമലു ഒന്ന് പോയാ എന്താ? അല്ല, ഇപ്പൊ ഞാൻ പോയാൽ ശരിയാവത്തില്ല. കാരണം ഞാൻ ചോദിച്ചേ. ശരിയാവത്തില്ലെന്നേ, അതുകൊണ്ടാ. കാരണം എന്താന്ന് പറയടി. ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞാനിപ്പോ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാലേ ആ വേലക്കാരി ചന്ദ്രയെ നിങ്ങൾ ഒറ്റയ്ക്കാവും. അതിനെ ഞാൻ സമ്മതിക്കത്തില്ല. അതാണ് കാര്യം. വിശ്വാസം അതല്ലേ എല്ലാം. അതെ, ഉപദേശിക്കാൻ എല്ലാവർക്കും വലിയ മിടുക്ക, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴേ ഗോവിന്ദ. Yes!